ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ മാമ്പഴ സീസൺ ആണല്ലോ. ഈ മാമ്പഴക്കാലത്ത് നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളെല്ലാം കൂടെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് ചിരകിയതാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്ന പച്ചമുളകാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം. ഏതാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല കൂട്ടി ഇവിടെ റെഡിയാണ്. നമ്മുടെ മാമ്പഴ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് ആ അരച്ച് വെച്ച മസാല നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഇതുപോലൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാങ്ങ പുളിശ്ശേരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇനി തൈര് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം തൈരും ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടുക് വറുക്കണം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും 2-3 വറ്റൽമുളകും ചേർത്തിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ കടുക് വറുത്തത് നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.